കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സോ ദ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 5 എപ്പിസോഡ് 28 എല്ലാവർക്കും സ്വാഗതം. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിനു മുമ്പിട്ട എല്ലാ വീഡിയോസും കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. സോ അധികമൊന്നും പറഞ്ഞ് ആരെയും ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്ന നേരത്ത് കാതലിൽ തന്നെ അവൾ പറഞ്ഞ കാര്യം കേട്ട് ഞെട്ടുന്നതാണ്. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞൊന്നുമല്ല. അല്ല, നമ്മൾ ഒരു ദിവസമല്ലേ ഇവിടെ വന്നിട്ട്, എന്തായാലും നാളെ പോയി ഞാൻ ട്രെയിനിങ് ഞാൻ തുടങ്ങും. സോ ഈ ബ്ലാക്ക് ആൻഡും ഞാൻ അധികം നാളൊന്നും കണ്ടിട്ടില്ല. കുറച്ച് നേരമെങ്കിലും ഇവിടെ ഇരുന്നിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് ഡിന്നറെങ്കിലും കഴിച്ചിട്ട് ഇതെല്ലാം കേൾക്കാൻ നേരത്ത് നമ്മുടെ ആർത്തറിനെ നൈസിലൊന്ന് ചിരി വരുന്നുണ്ട്. അല്ല, നീ എന്തെങ്കിലും ചിരി പറഞ്ഞത്? ഞാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞാൽ മതി. ഞാൻ അത് കിട്ടുന്നൊന്നുമില്ല, ഞാൻ നിൻ്റെ ഐഡിയ കിട്ടുന്ന ചിരിച്ചു പോയതാണ്. അല്ല, നീ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാറില്ലായിരുന്നല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ മെൻറ്റർ എന്ത് പറയുന്നത് കേൾക്കാം. മെൻറ്റർ പറയുന്നതനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം ഇന്ന് പോകണോ അതോ നാളെ പോകണോ എന്ന്. ജനറലിന് പ്രശ്നമില്ലെങ്കിൽ എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം, ജനറൽ എന്തായാലും എനിക്കിന്ന് ഡ്രിങ്ക്സ് മേടിച്ചു തന്നെ. ഓ, അങ്ങനെ നോക്കി നമുക്ക് സെറ്റാക്കിയേക്കാം. എന്തായാലും ഇന്ന് രാത്രി നമ്മൾ അടിക്കാൻ പോകുമല്ലോ. ഒരു കാര്യം ചെയ്യും, ബഹഡിന് എന്തായാലും ജലസ് വരണം, അതുപോലത്തെ ഐറ്റംസ് നമുക്ക് എന്തായാലും മേടിക്കാം. ഈ സമയത്ത് ഇതെല്ലാം കാണുന്ന ഹെസ്റ്റർ പറയുകയും ചെയ്യും, ഞാൻ ആദ്യമായിട്ടാണ് പ്രിൻസസിനെ ഇങ്ങനെ കാണുന്നത്. എനിക്ക് ഓർമ്മയുള്ള സമയം മുതൽ തന്നെ കാതലിന് എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു, ആരോടും മിണ്ടാതെ എപ്പോഴും ഒറ്റയ്ക്ക് തന്നെ. ഈ സമയത്ത് ഹെസ്റ്ററിന് നല്ല സങ്കടം വരുന്നുണ്ട്. അപ്പോഴാണ് ആർത്തർ പറയുന്നത്, ഞാൻ കണ്ടായിരുന്നു നീ നേരത്തെ ആ കട നോക്കി വെക്കുന്നത്. സോ അവിടെ തന്നെ ആയിരിക്കുമല്ലേ ഇന്ന് നോക്കാൻ പോകുന്നത്, പിന്നെ അല്ലാതെ വെറുതെ അല്ല അത് നോക്കിയത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അന്നേ ദിവസം വൈകുന്നേരം ആയിട്ടുണ്ട്. ഹെസ്റ്ററും ആർത്തറും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അല്ല, കാതലിനെന്തേ? അവളെന്തോ ഡ്രാഫ്റ്റ് പ്രപ്പോസൽ അങ്ങോട്ട് തയ്യാറാക്കുവാണ് നോബൽസിന് വേണ്ടി. കാര്യം ഈ ഐഡിയ ഒന്ന് പുഷ് ചെയ്യണ്ടേ ഈ ട്രെയിനിൻ്റെ. ഇനി അതുമല്ലെങ്കിൽ ചിലപ്പോൾ നീ പറഞ്ഞ ജോക്ക് കേട്ടിട്ട് അവളോട് അതും ആലോചിച്ചിട്ടിരിക്കുമായിരിക്കും. അയ്യോ, ഞാൻ അങ്ങനെ ടീസ് ചെയ്യാൻ പാടില്ലായിരുന്നില്ലേ, കോപ്പ് വേണ്ടായിരുന്നില്ലേ. വേണ്ട, ചുരുക്കം കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഞാനെന്തായാലും അത് എനിക്കറിയാൻ ചെയ്തേയുള്ളൂ. അതുകൊള്ള ഒരു ലോയൽ ഗാർഡ് ഇങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ അവളെ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായത്. കാതലിന് ശരിക്കും ഒരു റിസർവ്ഡ് ഉള്ള പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. അവൾ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുന്ന തന്നെ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. പക്ഷേ നിന്റെ കൂടെ ഉള്ളപ്പോൾ അതങ്ങനെയല്ല. അവൾക്ക് ഇതുവരെ ഉള്ളത് ഫ്രണ്ട്സ് അല്ലായിരുന്നു, ഫ്രണ്ട്സ് എന്ന പേരുള്ള കുറച്ചധികം പേര് മാത്രമേ ഉള്ളായിരുന്നു. ഇതെല്ലാം കേൾക്കുന്ന ആർത്തർ പറയും ചെയ്യും, താങ്കൾ അവൾക്ക് കിട്ടിയില്ലേ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. എന്തായാലും താങ്കളുടെ ഇൻഫ്ലുവൻസ് കാതലിൻ്റെ മേത്ത് നന്നായിട്ട് തന്നെയുണ്ട്. ചിലപ്പോൾ ജാസ്മിൻ്റെ മേത്തും കാണുമായിരിക്കും. അവർ രണ്ടുപേരും നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ജാസ്മിൻ അങ്ങനെ തന്നെ ആയിട്ടുള്ളത്. അല്ല, നീ നേരത്തെ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഫാമിലി നെയിം നിനക്ക് ഫെമിലിയർ ആണെന്ന്. അതെന്തുകൊണ്ടാണ്? നിന്റെ പാരൻസ് ട്വിൻ ഹോൺസിൻ്റെ ഉള്ളവരാണോ? അതുമാത്രമല്ല, ജാസ്മിൻ സത്യം പറഞ്ഞാൽ ഞാനൊരു അഡ്വഞ്ചർ ആയിരുന്നപ്പോൾ എൻ്റെ ഒരു ഗൈഡ് കൂടിയായിരുന്നു. അപ്പം നീ ഫ്ലെയിംസ് വിത്ത് ഹൗസിനെ പറ്റി നന്നായിട്ട് കേട്ട് കാണുമല്ലോ. നന്നായിട്ടോ? ആവശ്യത്തിനേറെ ഞാൻ കേട്ടിട്ടുണ്ട്. ജാസ്മിൻ എൻ്റെ യങ്ങർ ബ്രദറിൻ്റെ മകളാണ്. സത്യം പറഞ്ഞാൽ അവൾ നല്ലൊരു കൊച്ചു തന്നെയാണ്. അവളുടെ സിബ്ലിങ്സ് പോലും അവളെ പറ്റി കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ആ സമയത്ത് സിൽവി ചോദിക്കുന്നുണ്ട്, അല്ല ജാസ്മിൻ എപ്പോഴെങ്കിലും സിബ്ലിങ്സിനെ പറ്റി നമ്മുടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? സിബ്ലിങ്സോ? അങ്ങനെ ഒരു വാക്ക് പോലും അവൾ പറഞ്ഞിട്ടില്ല. അവളുടെ അച്ഛന് സത്യം പറഞ്ഞാൽ നല്ലൊരു പ്രൈഡുണ്ട്. ഈ ഒരു ജനറേഷനിൽ തന്നെ ഏറ്റവും കൂടിയ പ്രൈഡുള്ള ഒരു ഫയർ മേജ് അവളുടെ അച്ഛൻ തന്നെയാണ്. പുള്ളിക്കാരൻ വിചാരിച്ചത് ജാസ്മിൻ ഒരു ഡ്യുവൽ എലമെന്റ് ആയിരിക്കും എന്നാണ്. എന്നാൽ അവൾ ഒരു വിൻഡ് എലമെന്റ് ആണെന്ന് മനസ്സിലാക്കിയ അടുത്ത നിമിഷം തന്നെ അവനവളെ കിക്ക് ഔട്ട് ചെയ്തു. അറ്റ്ലീസ്റ്റ് അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് ജാസ്മിന് വേണ്ടി അധികമൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അവൾ ആവേക്കണായ സമയത്ത് പോലും എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവളായിട്ട് അവിടെ നിന്ന് ഒരു ബിയർ എടുത്ത് കുടിക്കുകയും ചെയ്യും. പക്ഷേ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് അവൾക്ക് നല്ല ടീമിനെങ്കിലും കിട്ടിയിട്ടുണ്ടല്ലോ നിങ്ങളെപ്പോലെ. അല്ല, അപ്പോൾ നീ എൻ്റെ ബ്രദേഴ്സിനെ ബാക്കിയുള്ളവരൊക്കെ ബുള്ളി ചെയ്യാനായിട്ട് നോക്കുമോ? പേടിക്കൊന്നും വേണ്ട. എനിക്കെന്തായാലും ജാസ്മിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഒരു താല്പര്യമില്ല. അവൾ എന്തായാലും അത് തന്നെ നോക്കിക്കോളും. എന്തൊക്കെയാണെങ്കിലും എൻ്റെ ഫാമിലി നെയിമിനെ നീ ഇൻസൾട്ട് ചെയ്താൽ അത് ഞാൻ ഒരിക്കലും വെറുതെ വിടത്തില്ല. ഇപ്പം എന്തായാലും താങ്കൾ ശരിക്കും ഒരു ഫ്ലെയിം സോത്തിനെ പോലെയാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണോ? എനിക്ക് ഒരെണ്ണം കൂടെ കുടിച്ചാലോ? അല്ല, താങ്കളുടെ ബ്രദർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഫ്ലെയിം സോർത്ത് ഫാമിലി എന്തായാലും ഇപ്പോൾ വാറിലാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവസാനമായി ത്രോഡീസിനെ കേട്ടത് അവനിത് ക്യാപ്റ്റൻ ആയതാണ്. ആൻഡ് അത് മാത്രമല്ല, വാട്സിൽ എന്താണ് അവനിപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ ഇതൊക്കെ കേൾക്കുന്ന രണ്ടുപേർ പെട്ടെന്നായിരുന്നു അവളുടെ അടുത്തേക്ക് വരുന്നത്. അല്ല ത്രോഡിയസ്, താങ്കളപ്പോൾ ഫ്ലെയിം സോത്ത് ഫാമിലിയിലാണോ? അല്ല, താങ്കളാണോ ഹെസ്റ്റർ ഫ്ലെയിം സോത്ത്? എൻ്റെ ഫാദർ താങ്കളുടെ ബറ്റാലിയനിലാണ് ഉണ്ടായിരുന്നത്. എൻ്റെ സോൾജേഴ്സ് കുറേ പേരുണ്ട്. സോ കൃത്യമായി അങ്ങനെ പറയണ്ട. താങ്കളെ പറ്റി കുറേയധികം കഥകൾ ഞങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? ഐക്കോണിക്കുള്ള കഥകളായിരിക്കുമല്ലേ. അല്ല, താങ്കൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി കഥകളൊക്കെ പറഞ്ഞു തരാൻ സാധിക്കുമോ? വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി സാധനം മേടിച്ചു തരാം. അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്തായാലും അദ്ദേഹം ഓഫ് ഡ്യൂട്ടിയാണ്. കുറച്ച് ഡ്രിങ്ക്സ് അല്ലേ, അത് താങ്കൾ സെറ്റാക്കി കൊടുത്തോളൂ. കുഴപ്പമില്ലെന്നേ, ഒന്ന് മുട്ടിക്കൊടു, പിള്ളേരല്ലേ. അത് മാത്രമല്ല, കാതലും വരുന്നിടത്ത് താങ്കൾക്കൊന്ന് ഫ്രീ ആകാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ലാൻസ് ആണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ആ കാര്യം ഒന്ന് കൈകാര്യം ചെയ്യുന്നില്ലേ കുറച്ചുകൂടെ ബെറ്റർ.
വെറിയൻ പറഞ്ഞത് ശരി തന്നെയാടാ, നീ ശരിക്കും ഒരു കൊച്ചു കുരുപ്പ് തന്നെയാണ് ആർത്തർ, നീ ശരിക്കും സ്നീക്കിയാണെന്നല്ലേ. അതുകൊണ്ടല്ലേടി നമ്മുടെ മെൻറ്ററിനെ ഫ്രീ ആയിട്ട് ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാനത് എൻകറേജ് ചെയ്യണ്ടേ, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, കർമ്മ നിന്നെ തന്നെ വന്ന് പിടിച്ചോളൂ. നീ എന്താ ഈ പറഞ്ഞത്? ഈ സമയത്ത് പുറകിൽ കൂടെ 2 പെൺപിള്ളേർ നടന്നു വരുന്നുണ്ടായിരുന്നു. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, താങ്കളല്ലേ ആ ന്യൂസ് സ്റ്റൈലുള്ള ലാൻസ് ആർത്തർ? ആ സമയത്താണ് ദൂരത്തുനിന്ന് ഒരാൾ നടന്നു വരുന്നത്. അതെ, പക്ഷെ അവനെന്തായാലും ഇപ്പോൾ ഓഫ് ഡ്യൂട്ടിയിലാണുള്ളത്. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ ക്യാദലിനായിരുന്നു. നീയും ഹെസ്റ്ററും ഞാൻ കൂടാതെ പാർട്ടി തുടങ്ങിയല്ലേ? ഞങ്ങൾ 2 കുടിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അതൊന്നും ചെയ്തിട്ടില്ല. അല്ല, അത് പ്രിൻസസ് അല്ലേ? ഓ, ഇനി അവരെങ്ങാനും. ഹെസ്റ്റർ എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അവൾ എന്തായാലും അവളുടെ വർക്ക് ശരിക്കും ഇഷ്ടപ്പെടാറുണ്ട്. അവൾ റീസെൻ്റ്ലി മെൻഷൻ ചെയ്തായിരുന്നു നിൻ്റെ ഫാമിലിയുടെ കൂടെ അവൾ കുറേ നാളായിട്ടുണ്ടായിരുന്നെന്ന്. സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി അവളെ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ആ സൈറസ് അക്കാഡമിയിലെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ്. ആൻഡ് ആ ഒരു സമയത്ത് തന്നെ ഞാൻ അവളെ കാണാൻ അവളെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. കാര്യം അവളുടെ എബിലിറ്റീസ് അതങ്ങനെയാണല്ലോ. അല്ല, കർട്ടസ്നി അവനെ പോലെ ഗാർഡ് വല്ലതും ഉണ്ടോ? അവന് ഗാർഡൊന്നുമില്ല, അവന് ഗ്രൗഡർ ഉണ്ടല്ലോ. ആ ഗ്രൗഡർ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിൽവിയും അപ്പോൾ പറയുന്നുണ്ട്. സിൽവി എന്തായാലും ഗ്രൗഡിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ? പിന്നെ അല്ലാതെ ഞാനും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കർട്ടസിനെ മിസ് ചെയ്യുന്നില്ലേ? സത്യം പറഞ്ഞാൽ അവനെപ്പോഴും കുറച്ച് പ്രൊട്ടക്റ്റീവാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളുടെ പാരൻസ് അവൻ അങ്ങനെയാണ് വളർത്തിയത് എന്നെപ്പറ്റി നോക്കാനായിട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ നിന്നത് എൻ്റെ ലൈബ്രറിയിലാണ്. പക്ഷെ അവൻ എപ്പോഴും വന്ന് പറയുമായിരുന്നു പുറത്ത് പോകാം, ബാക്കിയുള്ളവരെ കാണാം, മറ്റേതാണ് മറിച്ചാണെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ റോയൽറ്റി അല്ലെങ്കിൽ കൂടിയും ഞങ്ങൾ സെയിം ആയിട്ട് തന്നെ ഇരിക്കത്തുള്ളായിരുന്നു. റീസെൻ്റ്ലി ആ ലാൻസിലെ റോള് തന്നെ അവൻ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അവന് പോകാൻ ഒരു താല്പര്യമില്ലായിരുന്നു, അവൻ എന്നെ പിരിഞ്ഞിരിക്കാനും ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയാണ് അവനെ കൺവിൻസ് ചെയ്തത്. ഇപ്പം എന്തായാലും ലാൻസിൽ നിന്ന് അത്യാവശ്യം നല്ല സ്റ്റുഡൻസ് സക്സസ്ഫുൾ ആയിട്ട് തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. അവനെപ്പറ്റി ഓർക്കാൻ നിർത്ത് ഞാൻ ശരിക്കും പ്രൗഡാണ്. പിന്നെ അവനില്ലാത്തപ്പോൾ ഞാൻ ലോൺലിയാണ്. പക്ഷെ ഒരിക്കലും ഈ കാര്യമൊന്നും ഞാൻ അവനൊക്കെ പറയത്തില്ല കേട്ടോ. കാര്യം അടുത്ത പ്രാവശ്യം ഞാൻ അവനെ ബാക്കിയുള്ളവരെല്ലാവരും കാണാൻ നിർത്ത് എനിക്ക് കാണിച്ചു കൊടുക്കണം ഞാൻ എന്തുമാത്രം വളർന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. മെൻറ്റേഴ്സിൻ്റെ സഹായത്തോടുകൂടി താങ്കൾക്കത് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നല്ല, നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടല്ലോ. കർട്ടസിനെ കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കർട്ടസിനെ മാത്രമല്ല, സൈറസിലെ എല്ലാവരും കാണാനായിട്ട് കുറച്ചധികം നാളായില്ലേ. അല്ല, നീ എങ്ങനെ ക്ലാരിനെ പറ്റി കേട്ടിരുന്നോ? ഈ സമയത്ത് അവൾ പെട്ടെന്ന് ഒന്ന് സ്റ്റക്കായി. അല്ല, അത് പെട്ടെന്നായിരുന്നു അവൾ അവിടെ ഉണ്ടെന്ന ആ ഒരു ആൽക്കഹോൾ ഫുൾ എടുത്ത് കുടിക്കുന്നത്. എന്നിട്ട് പറയും ചെയ്യും, ഞാൻ ഒഫീഷ്യലി ഒരു ഡാൻസിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട് ആർത്തന്നെ വലിച്ചുകൊണ്ട് അവൾ നേരെ ഓടുകയും പിന്നെ അവർ വരുന്ന ഡാൻസ് കളിക്കുകയും ചെയ്യും. പക്ഷേ എനിക്ക് ഡാൻസ് കളിക്കണം. അങ്കിൽ പിന്നെ നമുക്ക് കളിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ആർത്തർ കളിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്യാദലിന് വലിയ പിടുത്തമില്ലായിരുന്നു. അല്ല, എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഈ സമയത്ത് ആർത്താട്ടെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. എന്നിട്ട് പറയും ചെയ്യും, എനിക്ക് ക്യാദലിൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ പഠിപ്പിച്ചു വന്നാലോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ ആ കൈ നീട്ടുന്നുണ്ട്. ക്യാദലിനാട്ടെ അത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ കാണിക്കുന്നത് അവരാട്ടെ അവിടെ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ട് ആ രാത്രി അങ്ങനെ പോകുന്നതാണ്. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ടെസ്സിയെ ബാക്കിയുള്ളവർ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ടെസ്സിയെ ഒരൊറ്റ ഇടി വെച്ച് കൊടുത്തത്. അല്ല, അതെന്തിനാണ് ചെയ്തത് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ആ ഫ്ലോട്ടിങ് കാസ്റ്റിലാണ്. നിൻ്റെ വർക്കൊക്കെ നന്നായിട്ട് ഇമ്പ്രസീവായിട്ട് പോകുന്നുണ്ടല്ലോ. നീ മര്യാദക്ക് റെസ്റ്റൊക്കെ എടുക്കാറുണ്ടോ എമിലി? കുഴപ്പമൊന്നുമില്ല, ഇപ്പം എന്തായാലും പെർഫെക്റ്റാണ്. ഹാലൂസിനേഷനൊന്നും ഇപ്പം എനിക്ക് വരുന്നില്ല. ഈ ബാൻസ് എന്തായാലും നിനക്ക് ഉപകാരപ്പെടും. അല്ല, നീ അത് റെസ്റ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പെട്ടെന്നായിരുന്നു എമിലി അത് പിടിച്ച് വലിച്ച് ടൈറ്റ് ആക്കുന്നത്. എടി മതിരി വേനെടുക്കുന്നത്. അതുകൊള്ള നീ ഞങ്ങളുടെ പ്രഷ്യസ് അല്ല ആർട്ടിഫൈസറിനെ കളിയാക്കുവാണെന്ന് ചോദിച്ചുകൊണ്ട് വിറിയനും അതേപോലെ ബാക്കി 2 ലാൻസും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. കളവാ, താങ്കൾ വീണ്ടും വന്ന കൊച്ചു കുരിപ്പേ. അല്ലൊക്കെ അതില്ലെങ്കിൽ കുറച്ചായില്ലേ കണ്ടിട്ട്, നീ എന്തായാലും ശരിക്കും സ്ട്രോങ്ങർ ആയിട്ടെന്ന് പറഞ്ഞിട്ട് വേരി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. താങ്ക് യു മാസ്റ്റർ. അതെന്തായാലും ജനറൽ ആർത്തറും പിന്നെ ബാക്കിയുള്ള എൽഡേഴ്സിൻ്റെ സഹായത്തോടുകൂടിയാണ് എനിക്ക് സാധിച്ചത്. ഈ സമയത്ത് തന്നെ ബാഡ് പറയും ചെയ്യും, നീ ആർത്തറിനെ കൊണ്ടുവരല്ലോ വന്നത്. കാര്യം അടുത്തായിട്ട് അവനിട്ട് ഫൈറ്റ് ചെയ്യേണ്ടത് ഞാനാണ്. അല്ല, ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രിൻസസ് ക്യാത്തലിനാണ്. ആ സമയത്ത് വേരി പറയുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും ഒരു മിഷൻ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, റെയറായിട്ടാണ് ഫ്രീ ടൈംസ് ഒക്കെ കിട്ടുന്നത്. സോ തൽക്കാലം ന്യൂസ്റ്റ് ലാൻസ് ആയിട്ടുള്ള ആർത്തറുമായിട്ട് ഞാനൊന്ന് ഡ്യുവൽ ചെയ്താലൊന്ന് ആലോചിക്കുവാണെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ ആർത്തറിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് എമിലി പറയുന്നതാണ്, ബാരിയറൊക്കെ എന്തായാലും റെഡി ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ ആ 2 പേരും അവരവരുടെ പവർ അങ്ങോട്ട് അൺലീഷ് ചെയ്യുന്നുണ്ട്. അത് അൺലീഷ് ചെയ്ത അടുത്ത സെക്കൻഡ് തന്നെ വേറെയും ആർത്തറിനെ അവർ നോക്കാനായിട്ട് തുടങ്ങി. ഈ സമയത്ത് തന്നെ ക്യാദലിൻ പറയും ചെയ്യും, എല്ലാവരും കണ്ണടക്കാൻ വരെ പേടിച്ചിരിക്കുവാണ്. കാര്യം എന്തെങ്കിലും മിസ്സാക്കിയാലോ എന്ന് ഓർത്തിട്ട്. എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഈ ഒരു ഫീൽ എന്താണെന്ന്. എൻ്റെ മാസ്റ്ററിൻ്റെ പ്രസൻസ് ഗ്രാൻഡ് മാസ്റ്ററിന് വരെ ഞെട്ടിക്കുന്നത്ര മാജിക് ഉള്ളതാണ്. അടുത്ത സെക്കൻഡ് തന്നെ നമ്മുടെ ലേഡി വേറെയായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്.
ആർത്തറാട്ടെ അത് ഡോട്ട് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ അവൾ പറയും ചെയ്യും, എങ്ങനെ നോക്കിയാലും ഞാനായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് മാസ്റ്റർ വേരിയായിട്ട് ആർത്തർ ഫൈറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർത്തറിന് വലിയ വലിയ പാഠങ്ങൾ കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് തന്നെ അവർ രണ്ടുപേരുടെ ഫൈറ്റ് അത്യാവശ്യം കട്ടൊക്കെ തന്നെ മുന്നിലേക്ക് പോകുന്നുണ്ട്. ലേഡി വേരിയായിട്ട് പെട്ടെന്നായിരുന്നു ആർത്തറിന്റെ നേരെ കണ്ടിന്യൂസ്ലി കുറച്ചധികം അറ്റാക്സ് ചെയ്തത്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ബഹഡപ്പ പറയും ചെയ്യും, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യങ് ജനറൽ എന്തുമാത്രം ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നെന്ന്. ആ സമയത്ത് വിറിയൻ പറയുകയും ചെയ്യും, ആർത്തറിന് അങ്ങനെ ശീലമുണ്ട്. അവൻ്റെ ഒരാളുടെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആർത്തറിനെക്കാട്ടും വീക്കറാണെന്നുണ്ടെങ്കിൽ അവൻ ആ ഒരു ലെവലിൽ തന്നെ നിൽക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ ആ ഒരു ഫുൾ സ്ട്രെങ്ത് അവന് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആൻഡ് ഇപ്പോൾ എന്തായാലും വേരുടെ എതിരായതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ ഫുൾ സ്ട്രെങ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. അല്ല എങ്കിൽ പിന്നെ എന്താണ് അവൻ ആ സ്പെഷ്യൽ ഫോം യൂസ് ചെയ്തത്? എന്തോ റിലം ഹാർട്ടോ അങ്ങനെ എന്തല്ലോ അവൻ അതിനെ വിളിക്കുന്നത്. ഇത് കേൾക്കാൻ നേരത്താണ് നമ്മുടെ എൽ പറയുന്നത്, അതോ അതെൻ്റെ ചേട്ടന് ആ ഒരു ഫൈറ്റ് എൻജോയ് ചെയ്യാനായിട്ടാണ്. എൻ്റെ ചേട്ടൻ എപ്പോഴും ഇങ്ങനെ എൻജോയ് ചെയ്തും ഹാപ്പി ആയിട്ടും ഞാനങ്ങനെ കണ്ടിട്ടില്ല. ആ ടൈമിൽ തന്നെ പുള്ളിക്കാരി ഒരു മാസീവുള്ള ഡ്രാഗനെ പോലെ സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മുടെ ആർത്തൻ്റെ നേരെ വിടുന്നുണ്ട്. പക്ഷേ അടുത്ത സെക്കൻഡ് ഒരു വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടായിട്ട് നമ്മുടെ ജനറൽ വേറിയുടെ മുകളിലേക്ക് പറന്നിട്ടുണ്ട്. ഈ സമയത്ത് ആർത്തറായിട്ട് അവൻ്റെ ഐസാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മാസ്റ്റർ പുള്ളിക്കാരുടെ എബിലിറ്റീസൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ഭയങ്കരധികം റെയറായിട്ടാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ അകത്ത് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യണം. ഈ സമയത്ത് ക്യാദലിനൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഒരു ബെറ്റ് വെക്കും. ആ ബെറ്റിൻ്റെ അകത്ത് ഹെസ്റ്ററും അതേപോലെ ബെറിയനും മാത്രമാണ് വേരിയുടെ കൂടെ നിന്നത്. ബാക്കിയുള്ളവരും ആർത്തറിൻ്റെ കൂടെയായിരുന്നു. ആര് ജയിക്കുമെന്നായിരുന്നു ആ ബെറ്റിൽ നോക്കിയത്. ഈ ടൈമിൽ തന്നെ ആർത്തർ കുറച്ചധികം വിൻ ബേസ്ഡ് അറ്റാക്ക് വേരിയുടെ നേരെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു അറ്റാക്ക് പോലും അവളുടെ അടുത്തേക്ക് എത്തിയില്ല. എയർ പ്രഷർ ശരിക്കും ഡൗൺ ആയതുകൊണ്ട് എൻ്റെ അറ്റാക്സ് ഒന്നും അവിടേക്ക് എത്തുന്നില്ലേ, നിനക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവൾ കുറച്ചധികം അറ്റാക്സ് ആർത്തറിൻ്റെ നേരെ ചെയ്യും. ആ സമയത്ത് ആർത്തർ പുള്ളിക്കാരൻ്റെ ഫയർ എലമെൻറ്റും അതേപോലെ വിൻഡ് എലമെൻറ്റും കൂടെ മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട്. ആർത്തറിനപ്പോൾ വിൻഡ് ഫയറും ഒരുമിച്ച് യൂസ് ചെയ്യാനുള്ള കോമ്പിനേഷൻ ഐഡിയ കേട്ടിട്ടുണ്ടല്ലേ. ഈ സമയത്ത് കാതലിൻ പറയും ചെയ്യും, പക്ഷേ അവൻ എന്തുകൊണ്ടാണ് ആ സ്പെൽസ് ഒന്നും ഡിസ്പേഴ്സ് ചെയ്യാത്തത്? അതവൻ്റെ മാന ഡ്രെയിൻ ചെയ്യുന്നതുകൊണ്ടാണോ? പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. കാര്യം ആർത്തർ അവൻ്റെ കയ്യിലേക്ക് ഫയറും ലൈറ്റ്നിങ്ങും ഒരേപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് അത്യാവശ്യം മാസീവായിരുന്നു. അത് ഡയറക്റ്റ് വേരിയുടെ നേരെ ചെല്ലുന്നുണ്ട്. അടുത്ത സെക്കൻഡ് അവൾ എന്തോ ഒന്ന് ചെയ്യാൻ നേരത്തിന് ഒരു വലിയൊരു എക്സ്പ്ലോഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. ആർത്തറുടെ മുട്ടുകുത്തി താഴത്തേക്ക് വീണിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ബെറിയൻ പറയും ചെയ്യും, അവസാനം അവളത് യൂസ് ചെയ്തല്ലേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വെറി കംപ്ലീറ്റ്ലി ഐസിൽ പൊതിഞ്ഞിരിക്കുന്നതാണ്. ഐസ് കൊണ്ട് ഒരു കവചം കെട്ടിയതുപോലെ തന്നെ. ഈ സമയത്ത് ആർത്തർ പറയും ചെയ്യും, എങ്കിൽ പിന്നെ ഞാനിനൊട്ടും ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം കാണുന്ന കാതലിൻ പറയും ചെയ്യും, ഞാൻ ഓൾറെഡി ആർത്തർ ഇത് യൂസ് ചെയ്യുന്ന കണ്ടിരുന്നു. പക്ഷേ ഓരോ തവണ കാണുന്നിടത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാക്കുവാണ്. ആ ടൈമിലാണ് ബെറിയനോടൊക്കെ ചോദിക്കുന്നത്, സോ നിനക്കെന്ത് തോന്നുന്നു? നിനക്ക് തോന്നുന്നുണ്ടോ ആർത്തറിനെ നിനക്കിപ്പോൾ ഒരു ഫൈറ്റിൽ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്? പക്ഷേ അതിനൊരു പ്രോപ്പറായുള്ള ഉത്തരം അവന് പറയാനില്ലായിരുന്നു. അതേസമയം തന്നെ അവിടെ രണ്ടുപേരും ഫേസ് ഓഫ് ചെയ്യുന്ന സെക്കൻഡ് പോപ്പിംഗ് സൗണ്ട് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു, എന്തോ പൊട്ടുന്നത് പോലെ. അല്ല അവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? ജനറൽ ആർത്തർ എന്തായാലും ഒരു സ്പെൽ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തൊരു കാര്യം കൊണ്ട് അതൊട്ടും വിസിബിൾ അല്ല. ആ സമയത്താണ് വെറിയൻ പറയുന്നത്, അവൻ ചെയ്യുന്നത് വേറി ഒരു അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് കംപ്ലീറ്റ്ലി കൗണ്ടർ ചെയ്യുവാണ്. അത് പോസിബിൾ ആണോ? ആ പോസിബിൾ ആണെന്ന് തോന്നുന്നു. ആ ഒരു ഫോം കൊണ്ട് നിങ്ങൾ കേൾക്കുന്ന ആ ഒരു പോപ്പിംഗ് സൗണ്ടില്ലേ, അത് കംപ്ലീറ്റ്ലി മാനസ് കൊളേറ്റ് ചെയ്ത് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നതാണ്. അടുത്ത സെക്കൻഡ് ആർത്തർ വേരയുടെ തൊട്ടു പുറകെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു കിക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അവളാട്ടെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്തിന് ആർത്തർ നിർത്താതെ കൗണ്ട്ലെസ് ആയുള്ള അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവളെല്ലാം സക്സസ്ഫുള്ളി അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അത് കഴിയുമ്പോൾ അവൾ ഐസ് യൂസ് ചെയ്ത് ഒരു വലിയൊരു സോഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആർത്തറും കണ്ണു ചിമ്മിക്കുന്ന ആ ഒരു നിമിഷത്തെ ഒരു സോഡ് ക്രിയേറ്റ് ചെയ്ത് അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ആർത്തറും ഒരു സോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ വെറിയനെ വെച്ച് നോക്കാൻ നേരത്ത് അത് കംപ്ലീറ്റ്ലി വീക്കറാണ്. പക്ഷേ ഇത്രയും ക്ലോസ് കോമ്പാക്റ്റ് ആർത്തറിന് തന്നെയാണ് അപ്പർ ഹാൻഡ് ഉള്ളത്. അവൻ്റെ അറ്റാക്സ് ഒക്കെ കംപ്ലീറ്റ്ലി ഫ്ലോ ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. ഓരോ തവണ അവൻ്റെ സോഡ് പൊട്ടാൻ നേരത്ത് അടുത്ത കയ്യിൽ അവനത് കൊഞ്ചർ ചെയ്യുന്നുമുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കാണുന്ന നേരത്ത് ഒരു ഫൈറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ രണ്ടുപേരും ഡാൻസ് കളിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അവർ രണ്ടുപേരും ഇത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആർത്തറിൻ്റെ സോഡ് വീണ്ടും പൊട്ടാനിട്ട് തുടങ്ങി. ആർത്തറിന് ആ കാര്യം മനസ്സിലാക്കുകയും ചെയ്തു. വേരുടെ സോഡാട്ടെ പെട്ടെന്ന് ഗ്ലോ ചെയ്യാനായിട്ട് തുടങ്ങി. ആർത്തർ തൻ്റെ അടുത്ത കൈ കൊണ്ട് ഒരു സോഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ കൈയിലേക്ക് ഐസ് പടർന്നിരുന്നു. ആൻഡ് വേരുടെ സോഡ് ആർത്തറിൻ്റെ കഴുത്തിൽ ചെന്നിരുന്നു. ഈ സമയത്ത് ആർത്തർ നൈസിലൊന്ന് ചിരിക്കുന്നുണ്ട്. ജനറൽ ആർത്തർ അതെന്തായാലും നല്ലൊരു ഡ്യുവൽ തന്നെയായിരുന്നു. എനിക്കെന്തായാലും മനസ്സിലായി നമ്മുടെ ഇടയിൽ ആ ഒരു ഗ്യാപ്പ് എന്തുമാത്രമുണ്ടെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. താങ്കൾക്ക് ആ ഒരു ഫോം കുറച്ചുകൂടെ ലോങ്ങറിൽ നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്നെ ഉറപ്പായിട്ടും താങ്കൾ ഓവർ പവർ ചെയ്തതെന്ന്. അതിന് നന്ദിയുണ്ട്. പക്ഷേ അതെൻ്റെ പവറല്ല, അതൊരു ബോറോട്ടുള്ള പവറാണ്. എൻ്റെ പവർ കൊണ്ട് തന്നെ ഞാൻ അവിടെ എത്തണ്ടേ.
ആ സമയത്ത് തന്നെ ആർത്തർ പെട്ടെന്ന് തിരിഞ്ഞിട്ട് ചോദിക്കുകയും ചെയ്യും, അല്ല നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, എന്തെങ്കിലും അഡ്വൈസോ ബാക്കി എന്തെങ്കിലും ഉണ്ടോ? പക്ഷേ തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ കണ്ടത് ബിറിയനും ഹെസ്റ്ററും മാത്രം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ബാക്കി എല്ലാവരും തലയും കുനിച്ച് അവിടെ നിൽക്കുന്നതാണ്. കാര്യം അവരെല്ലാവരും ബെറ്റിൽ തോറ്റിട്ടുണ്ട്. ആൻഡ് അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.